ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളും ആക്രമിച്ചിരിക്കും. അതിന്റെ പ്രഹരശേഷി ശത്രുക്കൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധിക്കാത്തതായിരിക്കും. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇറാൻ എക്കാലവും ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇതാണ്. അതിന്റെ പ്രതിഫലനമാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളിലും എന്തിന് ഇസ്രയേലിൽ പോലും കാണുന്നത്. അമേരിക്കയ്ക്ക് അറിവുണ്ടായിരുന്നില്ലെന്ന് ട്രംപ് വ്യക്തമാക്കുമ്പോഴും ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടമായ സൗത്ത് പാസിന് നേരെയുണ്ടായ ആക്രമണം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഒത്തുകളിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഇറാൻ നടത്തുന്ന പ്രതികാരം ഏറ്റവും ഉയർന്ന പ്രഹരശേഷിയിൽ എത്തിയിരിക്കുകയാണ്. ഇസ്രയേലിനെയും മേഖലയിലെ US താവളങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും വൻതോതിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിലും നാശനഷ്ടങ്ങൾ പരിമിതമാണെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിന് എത്രത്തോളം സ്ഥിരീകരണമുണ്ടെന്നത് വ്യക്തമല്ല. ഒരു പുതിയ പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളിൽ പ്രഹരം ഏൽപ്പിച്ചതായി IRGC വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെയാണ് ഈ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനി ലക്ഷ്യം വെച്ചാൽ കടുത്ത തിരിച്ചടി നൽകുമെന്ന് ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതിനിടെ ലെബനനിലും സംഘർഷം വ്യാപിക്കുകയാണ്. ഹിസ്ബുള്ളിയും ഇസ്രയേൽ സൈന്യവും തമ്മിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ തുടരുന്നത് മേഖലയിൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധമുണ്ടാക്കുമെന്ന ഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് കേവലം ഒരു അതിർത്തി തർക്കം മാത്രമായി കാണാനാകില്ല, മറിച്ച് ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒന്നാണ്. ഇത്തവണ ഇറാൻ ഉപയോഗിച്ച പുതിയ മിസൈൽ പ്ലാറ്റ്ഫോം പ്രതിരോധ വിദഗ്ധർക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പഴയ മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിൽ പതിക്കുന്ന പ്രിസിഷൻ ഗൈഡഡ് സാങ്കേതിക വിദ്യയാണ് ഇറാൻ ഉപയോഗിച്ചത്. ഇസ്രയേലിന്റെ ആരോ, ഡേവിഡ് സ്ലിംഗ് എന്നീ പ്രതിരോധ സംവിധാനങ്ങളെ അപ്പാടെ മറികടന്നായിരുന്നു ഇറാന്റെ പുതിയ മിസൈൽ പ്രയോഗം. അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചതിലൂടെ ഇറാൻ US-നെ നേരിട്ട് സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഇറാന്റെ ദേശീയ സുരക്ഷാ തന്ത്രങ്ങളുടെ പ്രധാന ശില്പിയും മുൻ പാർലമെന്റ് സ്പീക്കറുമായിരുന്ന അലി ലാരിച്ചാനിയുടെ വധം ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ലായിരുന്നു. ഇറാന്റെ വിദേശ നയങ്ങളും ആണവ ചർച്ചകളും രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൊലപാതകം ഇറാൻ ഒരു വ്യക്തിപരമായ നഷ്ടമായി മാത്രം കാണുന്നില്ല. ഇത് അവരുടെ ദേശീയ സുരക്ഷയ്ക്കെതിരായ നേരിട്ടുള്ള വെല്ലുവിളിയായി കാണുന്നു. ഫെബ്രുവരി അവസാനം മുതൽ ഇറാൻ നേരിട്ട ഏറ്റവും വലിയ ആഘാതമാണ് ഇത്. എന്നാൽ ചരിത്രം കാണിച്ചു തരുന്നത് ഇറാൻ ഇത്തരം ആക്രമണങ്ങളിൽ തളരുന്ന രാജ്യമല്ല എന്നാണ്. 1979 ഇസ്ലാമിക് വിപ്ലവം മുതൽ സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും രഹസ്യാക്രമണങ്ങളും വരെ നിരവധി വെല്ലുവിളികൾ നേരിട്ടിട്ടും ഇറാൻ നിലകൊണ്ടിട്ടുണ്ട്. ഈ ദീർഘകാല പ്രതിരോധ മനോഭാവമാണ് ഇന്നും രാജ്യത്തിന്റെ ശക്തി. ലാരിച്ചാനിയുടെ നഷ്ടം പോലും ഈ രാജ്യം ദുർബലമാക്കുന്നില്ല, മറിച്ച് കൂടുതൽ ഉറച്ച പ്രതികരണത്തിലേക്ക് നയിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ സുപ്രീം നേതാവായ മൊജ്തബ ഖമേനി രംഗത്തെത്തുന്നത്. പിതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ശേഷം അധികാരത്തിലെത്തിയെങ്കിലും മൊജ്തബ ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോകത്തെ തന്നെ കുലുക്കാൻ മതിയായിരുന്നു. ലാരിച്ചാനിയുടെ ശവസംസ്കാര ചടങ്ങിനിടെ പുറത്തിറക്കിയ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത്, ചോരുന്ന ഓരോ തുള്ളി രക്തത്തിനും ഒരു വിലയുണ്ട്. ഈ രക്തസാക്ഷികളുടെ കൊലയാളികൾ ഉടൻ തന്നെ വില നൽകേണ്ടി വരും. ഈ വാക്കുകൾ വികാരപരമായ പ്രതികരണം മാത്രമല്ല, ഇത് ഇറാന്റെ ദീർഘകാല നയത്തിന്റെ ഭാഗമാണ്. സ്വാഭിമാനവും പ്രതിരോധവും ഉറച്ച പ്രതികാരവുമാണ് ആ നയം. ഇറാനെ പലപ്പോഴും ഒരു സൈനിക ശക്തിയായി മാത്രം കാണാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതിനേക്കാൾ സങ്കീർണമാണ്. പശ്ചിമേഷ്യയിലെ ശക്തമായ മിസൈൽ സംവിധാനങ്ങൾ, വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന പ്രോക്സി നെറ്റ്വർക്കുകൾ, ദശാബ്ദങ്ങളായി സമ്മർദ്ദങ്ങൾ നേരിട്ട് വികസിപ്പിച്ചെടുത്ത ആഭ്യന്തര പ്രതിരോധ സംവിധാനം, ഇവയൊക്കെ ചേർന്നതാണ് ഇറാന്റെ യഥാർത്ഥ ശക്തി. ഒരു ദിവസം കൊണ്ടോ ഒരു നേതാവിന്റെ നേതൃത്വത്തിലോ മാത്രമല്ല ഈ ശക്തി രൂപപ്പെട്ടത്. ഇത് ദീർഘകാല തന്ത്രപരമായ വികസനത്തിന്റെ ഫലമാണ്. ഇതിനിടയിൽ ഇസ്രയേൽ എടുത്ത പുതിയ തീരുമാനം സംഘർഷത്തെ കൂടുതൽ ഗുരുതരമാക്കുകയാണ്.
IDFന് ഏതെങ്കിലും മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനെ വേട്ടയാടാനും തടയാനും അധികാരം നൽകിയതായി അവർ പ്രഖ്യാപിച്ചു. ഇത് യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റുന്ന ഒരു നീക്കമാണ്. ഇനി സൈനികർ മാത്രമല്ല, നേതാക്കളും നേരിട്ടുള്ള ലക്ഷ്യങ്ങളായി മാറുകയാണ്. ഈ രീതിയിലുള്ള നീക്കങ്ങൾ യുദ്ധത്തെ കൂടുതൽ അനിശ്ചിതവും അപകടകരവുമായ ഘട്ടത്തിലേക്ക് നയിക്കുന്നുവെന്ന് വേണം പറയാൻ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രത്യാക്രമണമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അമേരിക്കൻ സൈനിക താവളങ്ങൾ ഗൾഫ് മേഖലയിൽ നിന്ന് കെട്ടുപിടിക്കാൻ സമയമായെന്നും അല്ലാത്തപക്ഷം അവ ഓരോന്നും ഇറാന്റെ മിസൈലുകളുടെ ലക്ഷ്യസ്ഥാനമാക്കുമെന്നുമുള്ള കർശനമായ നിലപാട് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ് കുറിക്കുന്നത്. ഓരോ ഉന്നത ഉദ്യോഗസ്ഥനെ വധിക്കുമ്പോഴും ഇറാൻ കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സുലൈമാന് വീഴുമ്പോൾ 1000 സുലൈമാനുമാർ ഉയർത്തെഴുന്നേൽക്കുന്ന ബാസിദ് സേനയുടെയും IRGCയുടെയും പോരാട്ട വീര്യം അടിച്ചമർത്താൻ ഒരു സാമ്രാജ്യത്വ ശക്തിക്കും കഴിയില്ല എന്നാണ് പുതിയ മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ട് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്.